സാർ നമസ്കാരം. നമസ്കാരം. കുറേ കാലങ്ങളായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ, അതായത് കേരളത്തിനകത്ത് CPM-നകത്ത് യഥാർത്ഥ CPM വിശ്വാസികളെന്ന് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ള, നമുക്ക് അടുത്തറിയാവുന്ന കുറച്ച് ആളുകൾ പറയുന്നൊരു കാര്യമുണ്ട്. ഈ പാർട്ടി ഇങ്ങനെയായിരുന്നില്ല. 1957 ലോകത്തിൽ ആദ്യമായി ബാലറ്റിലൂടെ അധികാരത്തിൽ വന്നൊരു സർക്കാർ, കമ്മ്യൂണിസ്റ്റ് സർക്കാർ, EMS നമ്പൂതിരിപ്പാടിൻ്റെ കേരളത്തിലാദ്യത്തെ മന്ത്രിസഭ, അത് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ. അതിനു മുമ്പ് ലോകത്തിലെ ആദ്യം എന്ന് ഞാൻ വിശേഷിപ്പിച്ചൊരു ചെറിയൊരു പ്രശ്നമുണ്ട്. കാരണം ഇറ്റലിയിലെ ഒരു പഞ്ചായത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ആദ്യം തെരഞ്ഞെടുപ്പിലൂടെ അവിടെ അധികാരത്തിൽ വന്നിട്ടുണ്ട്. എന്നാലും നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മാറ്റമാണത്, നമ്മുടെ ആദ്യത്തെ സർക്കാർ തന്നെ. പക്ഷെ അന്ന് വിഭാവനം ചെയ്തിരുന്ന കമ്മ്യൂണിസം ഇന്ന് നിലവിലുണ്ടോ എന്നുള്ളത് സംശയമാണ്. ചില പരസ്യങ്ങളിലൊക്കെ പറഞ്ഞ പോലെ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി. അതിന് കാരണം മാറി മാറി ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തേക്ക് വന്ന നേതാക്കന്മാരുടെ അപചയം തന്നെയായിട്ടാണ് അത് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇവിടെ നമ്മൾ പറയാനുദ്ദേശിക്കുന്നൊരു കാര്യം, CPM-ൽ നിന്ന് MV രാഘവൻ, KR ഗൗരിയമ്മ അടക്കമുള്ള തലമുതിർന്ന കൊമ്പൻ സ്രാവുകളെന്ന് പറയാവുന്ന ആളുകൾ, പ്രസ്ഥാനത്തിന് വേണ്ടി ജീവനും ജീവിതവും സമർപ്പിച്ച ആളുകളായിട്ടാണ് അവരെ കേരളം അറിയപ്പെടുന്നത്. അവർ പാർട്ടിയിൽ നിന്ന് പോയപ്പോഴുണ്ടായ ഭൂകമ്പങ്ങൾ നമുക്കറിയാം. പക്ഷേ ഇന്നിപ്പോൾ ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, പാർട്ടി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് വിശ്വാസികളുടെ പ്രശ്നം എന്ന് പറഞ്ഞത് പിന്തുടർച്ചാ അവകാശ പാർട്ടിയായിട്ട് നിലനിന്ന് പോകുന്നു, അല്ലെങ്കിൽ ആ തരത്തിലേക്ക് ഇതിനെ മാറ്റിമറിക്കാൻ നോക്കുന്നു. മൻമോഹൻ സിംഗിനെ മുൻപിലിരുത്തി സോണിയാഗാന്ധി പിൻസീറ്റ് ഡ്രൈവ് നടത്തി ഭരിക്കുന്നു, അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ പിൻഗാമിയായി ഇന്ദിരാഗാന്ധി വരുന്നു, ഇന്ദിരാഗാന്ധിക്ക് ശേഷം രാഹുൽ ഗാന്ധി വരുന്നു, രാജീവ് ഗാന്ധി വരുന്നു, രാജീവ് ഗാന്ധിക്ക് ശേഷം രാഹുൽ ഗാന്ധി വരുന്നു എന്നൊക്കെ പറഞ്ഞ് അവർക്കെതിരെ ഘോരഘോരം ശബ്ദിച്ച ശേഷം മുരളി. അതെ, അങ്ങനെ പറഞ്ഞ CPM ആണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മരുമകനായതിൻ്റെ പേരിൽ മാത്രം മുഹമ്മദ് റിയാസിനെ മന്ത്രിയാക്കുന്നു. മുഹമ്മദ് റിയാസ് അഖിലേന്ത്യാ തലത്തിലെ നേതാവായിരുന്നു, DYFIയുടെ അഖിലേന്ത്യാ നേതാവായിരുന്നു. നേരത്തെ മുഖ്യമന്ത്രിയുടെ മകളെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമായിട്ട് ബന്ധമുണ്ടെന്നാണ് പറയുന്നത്. എങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു അലിഖിത നിയമം, അത് അപ്രഖ്യാപിത നിയമമാണത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കണേ, തെറ്റുണ്ടെങ്കിൽ തിരുത്താം. അതായത് പണ്ട് ഈ പാർട്ടിയിലെ തലമുതിർന്ന നേതാക്കന്മാർ അവരുടെ മക്കൾക്ക് പോലും പാർട്ടിയിൽ മെമ്പർഷിപ്പ് കൊടുത്തിരുന്നില്ല. കാരണം അതൊരു തെറ്റായ സന്ദേശം സമൂഹത്തിന് കൊടുക്കണ്ട എന്ന് കണക്കാക്കിയിട്ടാണ് അവരതങ്ങനെ ചെയ്യാതിരുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ പാർട്ടിയിലെ കുടുംബവാഴ്ചയെക്കുറിച്ച് എപ്പോഴും വാദോരാതെ സാറ് പറഞ്ഞ പോലെ KK നായരനെയും ഇന്ദിരാഗാന്ധിനെയും ഒക്കെ കടന്നാക്രമിച്ചിരുന്ന ആളുകൾ, പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ, എന്തുകൊണ്ടാണ് മുഹമ്മദ് റിയാസിനെ പിന്നെ അവിടെ കസേരയിൽ പിടിച്ചിരുത്തിയത്? പൊതുമരാമത്ത് വകുപ്പും കൊടുത്തു. കേവലം സീനിയേഴ്സായിട്ടുള്ള ആളുകൾ ഭരിക്കുന്ന ഒരു അഴിമതി ഇല്ലാതെ സുധാകരൻ കൊണ്ടുപോകുന്നതിൻ്റെ വകുപ്പ് അവിടെ ഈ മുഹമ്മദ് റിയാസിനെ കൊണ്ടുവന്നു. നോക്കൂ, കുറച്ചും കൂടി ഇപ്പുറത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ R ബിന്ദുവിനെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, വിജയരാഘവൻ്റെ ഭാര്യ. അപ്പോഴും പറയണത് എന്താണ്, വിജയരാഘവൻ്റെ ഭാര്യ അതിൻ്റെ പേരിലല്ല, SFIയുടെ പ്രസ്ഥാനത്തിലൊക്കെ വളരെ സംസ്ഥാന തലത്തിൽ തന്നെ പ്രവർത്തിച്ച നേതാവായിരുന്നു. അതുകൊണ്ട് അവരുടെ പ്രവർത്തന മികവ് പാർട്ടിയിൽ കണ്ടതിൻ്റെ പേരിലാണ് അവർക്ക് മന്ത്രിസ്ഥാനം കൊടുത്തത്, ഉന്നത വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ് കൊടുത്തു. അപ്പോൾ ഇത്തരം ചില പ്രവണതകൾ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിലനിൽക്കുന്നതിനെതിരെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് വിശ്വാസികൾ എതിരെ തന്നെയാണ്, യാതൊരു തർക്കമില്ല. ഇപ്പോഴും അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കണം. ഇപ്പോൾ നമ്മൾ 2026 എത്തുമ്പോൾ MV ഗോവിന്ദൻ്റെ ഭാര്യയെ അവിടെ തളിപ്പറമ്പിൽ PK ശ്യാമള അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരണം. അതിനെതിരെ അവിടെ തന്നെ തളിപ്പറമ്പ് ജില്ലാ കമ്മിറ്റി തന്നെ ശക്തിയുക്തം എതിർത്തിട്ടും ഈ പിന്തുടർച്ചാവകാശം അവർ നിലനിർത്തിക്കൊണ്ട് പോകണം. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു പിന്തുടർച്ചയെക്കുറിച്ച് ഘോരം തള്ളിപ്പറഞ്ഞിരുന്ന ആളുകൾ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അലിഖിത നിയമമാണത്. നിയമത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട അതിൻ്റെ ഒരു വേരിയേഷൻ, അതിൻ്റെ എങ്ങനെ ബന്ധങ്ങൾ അവർ ഉപയോഗിക്കുന്നു. കണ്ണൂരിൻ്റെ എല്ലാം പരസ്പരം കണക്റ്റഡ് റിലേറ്റീവ്സ് ആണ് എല്ലാം. പണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മൊത്തത്തിൽ പണ്ട് അങ്ങനെ ആയിരുന്നില്ല എന്ന് പറയണ്ട. ഈ മക്കളല്ലെങ്കിൽ പോലും ഡയറക്റ്റ് റിലേഷൻഷിപ്പുള്ള ഒത്തിരി പേരുണ്ടായിരുന്നു. ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അറിയപ്പെട്ടിരുന്നത് തന്നെ പുല്ലുവഴി നായന്മാരുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ് പറയുന്നത്. അവിടെയുള്ള നായന്മാർ, കൊള്ളാവുന്ന കുടുംബത്തിലെ നായന്മാർ മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, PKP, PO എന്നപ്പോൾ അങ്ങനെ പലരും ഉണ്ട്. അപ്പോൾ ഈ പുല്ലുവഴി നായന്മാരെന്ന് പറഞ്ഞ സ്വന്തക്കാരിൽ നിന്ന് ടെസ്റ്റ് ചെയ്ത് ഇത് മക്കളും മാത്രമായി, മക്കളും മരുമക്കളും മാത്രമുള്ള സ്വന്തക്കാരായി, അകന്ന സ്വന്തക്കാർ പോലും ഇല്ല. ഇപ്പം ഇവിടെ ഇപ്പോൾ ഏറ്റവും പ്രകടമായി ലാസ്റ്റ് ഇതിൻ്റെ ചതിയുടെയും രൂപം കൂടെ കാണുന്നത് തലശ്ശേരിയിലെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചപ്പോഴാണ്. അവിടെ ഷംസീറിനെ മാറ്റണം, ശൈലജയെ മാറ്റണം,
നാളെ തങ്ങളുടെ അധികാരമോഹങ്ങൾക്ക് ഷംസീറിൻ്റെ റിയാസിൻ്റെ അധികാരമോഹങ്ങൾക്ക് തടയാകും എന്നുള്ളത് ഷംസീറിനെ മാറ്റണം. അല്ല, അത് ഈ റിയാസിനെ മന്ത്രിയാക്കുമ്പോൾ തന്നെ അതിൽ സീനിയറായ ഷംസീറിനെ വെട്ടി മാറ്റി. എന്നാൽ പോലും ഉള്ള സ്ഥാനത്തുനിന്നൂടെ മാറ്റണം എന്നുള്ള തീരുമാനം എടുത്തിരുന്നു. അപ്പോൾ ഈ തീരുമാനം എടുക്കാൻ ഞാൻ കണക്കൂട്ടുന്ന 2 കാരണങ്ങളുണ്ട്. ഒന്ന്, രണ്ടാമതൊരു ടേം വരില്ല എന്നും പിണറായി വിജയൻ രണ്ടാമത്തെ ടേം വന്നില്ലെങ്കിൽ ഷംസീറിൻ്റെ റിയാസിൻ്റെ കിരീടധാരണം താമസിക്കുന്നു ആർക്കറിയാം. വ്യക്തമായിട്ട് വ്യക്തമായിട്ട് പറഞ്ഞു. അപ്പോൾ അതിന് തടസ്സം നിൽക്കാൻ സാധ്യതയുള്ള കോഴിക്കോട് പ്രദീപ്കുമാർ തൊട്ട് കഴിഞ്ഞ ഇലക്ഷൻ തൊട്ട് പ്രക്രിയ തുടങ്ങിയതാണ്. ശൈലജയെ മാറ്റുന്നു. ഏറെക്കുറെ തന്നേക്കാൾ, അത് പിണറായിക്ക് പോലും പേടിയാണ്. തൻ്റെ ഇമേജിനേക്കാൾ വളർന്നോ ശൈലജ? നെടൽ തന്നേക്കാൾ വളർന്നാൽ സൂക്ഷിക്കണം, ചെറുതായാലും സൂക്ഷിക്കണം. അതെ, രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ 60,000 ശിഷ്ട വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ശൈല ടീച്ചർ വന്നത്. പിണറായിക്ക് 50,000 ഉണ്ടായിരുന്നുള്ളൂ. അവിടെയാണ് കുടില ബുദ്ധി എന്ന് പറയുന്ന CPM നേതാക്കളുടെ ആ കുടില ബുദ്ധി പ്രവർത്തിച്ചത്. ശൈലജ ടീച്ചറെ മാറ്റിക്കഴിഞ്ഞാൽ പ്രതിഷേധം ഉണ്ടാകുമെന്ന് കൃത്യമായിട്ടറിയാം. ശൈലജ ടീച്ചറെ മട്ടന്നൂരിൽ നിന്ന് മാറ്റി വേറെ എങ്ങോട്ട് മാറ്റിയാലും, ധർമ്മടത്തേക്ക് മാറ്റിയാൽ പോലും പ്രതിഷേധം ഉണ്ടാകുമായിരുന്നു. അപ്പോഴാണ് കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റിലേക്കാണ് ശൈലജ ഒരു ഉണ്ണിയാർച്ചയാണ് നീ പോരാടായിട്ട് വരാനാണ് പറഞ്ഞത്. പക്ഷേ മറിച്ച് അല്ല, പേരാവൂര് നേരത്തെ ശൈലജ ടീച്ചർ ജയിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടാണ് അവർ ജനിച്ച സ്ഥലം അവിടെ. കല്യാണം കഴിച്ചപ്പോൾ ഇങ്ങോട്ട് മാറി. അത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ നേച്ചർ തന്നെ. ഇവിടെ നടന്നിരിക്കുന്ന സംഭവം, അവിടെ ടിക്കറ്റ് കൊടുത്തത് മറ്റാർക്കുമല്ല, കൊലക്കേസ് 7ാം പ്രതിയായിട്ട് കാരായ രാജനെ കൊടുക്കും. അത്ര റിസ്ക് എടുത്ത് കാരായ രാജനോട് മത്സരിപ്പിച്ചതിൻ്റെ ഒറ്റ ഉദ്ദേശമുള്ളൂ, ശൈലജയും കാരായ രാജനും മക്കൾ വഴി അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണ ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ്. അപ്പോൾ യാതൊരു കാരണവശാലും ശൈലജ ടീച്ചറെ കാരായ രാജന് പറയുന്നതിനപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ കാരായ രാജനൊരു പ്രൈസ് കൊടുത്തിട്ട് എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ശൈലജ നിയന്ത്രിക്കുകയാണ്. ആ ജോലി ഏൽപ്പിച്ച് സീറ്റും കൊടുത്ത് അവിടെ വിട്ടിരിക്കുകയാണ്. അപ്പോൾ പിണറായി ശൈലജ ടീച്ചറിന് കൂച്ചുവിലും കിട്ടത് കാരായരാജൻ എന്ന് പറഞ്ഞാൽ തെറ്റില്ല. ഇത് നമ്മൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് എല്ലാവർക്കും ആ മലബാർ ഭാഗത്തുള്ള തലശ്ശേരിയൊക്കെ ഭാഗത്തുള്ള എല്ലാവർക്കും അവരാരും ഇത് പറയുന്നില്ല. അങ്ങനെ സംഭവം നടന്നിരിക്കുന്നത്. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ ഓരോന്നോരോന്നായിട്ട് സുധാകരനെ പോലുള്ളവരെയും TK ഗോവിന്ദനെ പോലുള്ളവരെയും പുറത്ത് വരുമ്പോൾ നാളെ ഇവരുടെ വായിൽ നിന്ന് വീഴുന്ന ഓരോ വാക്കുകൾക്കും അനുഭവത്തിനേക്കാൾ കൂടിയ ശക്തി ഉണ്ടാവും. അല്ല സാർ, ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ മറ്റൊരു ചർച്ചയിൽ പറഞ്ഞതാണ്, ഇപ്പോൾ കണ്ണൂരും ആലപ്പുഴയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സാധാരണ ജില്ല പോലെയല്ല. കണ്ണൂരിൽ പാർട്ടിക്കകത്തുള്ള പ്രശ്നങ്ങൾ ഈ അടുത്ത കാലത്ത് വരെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം അവർക്ക് ആ പാർട്ടിയിലുള്ളിലുള്ള പ്രശ്നങ്ങൾ പുറമേക്ക് ഒരിക്കലും പോകാതിരിക്കാൻ വേണ്ടി അവർ ജാഗ്രത കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ TP ചന്ദ്രശേഖരൻ്റെയൊക്കെ വധത്തോടു കൂടിയാണ് കുറച്ചെങ്കിലുമൊക്കെ ഒരു വിള്ളലുകൾ ആ പാർട്ടിയിൽ പുറമെ അറിയാൻ തുടങ്ങിയത്. രമ വഴിയാണ് ഉണ്ടായത് അല്ലേ? അപ്പോൾ നോക്കൂ, ഈ കണ്ണൂർ പോലുള്ള അത്രയും സുശക്തമായ പാർട്ടി സംവിധാനത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇത് ഉൾപാർട്ടി ജനാധിപത്യം പുലരുന്ന ഒരു പാർട്ടിയാണ്, എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടെന്ന് പറയുന്നത് എന്ത് അഭിപ്രായ സ്വാതന്ത്ര്യമാണ് ഇവിടെ ഉള്ളത്? ഒരു കാര്യം ഉറപ്പാണ്, തലശ്ശേരിയിൽ CPM ഇനിയിപ്പോൾ എന്തൊക്കെ ഗിമ്മിക്സുകൾ നടത്തിയാലും ഈ ഷംസീറിനേക്കാൾ ഒട്ടും നല്ല സ്ഥാനാർത്ഥിയല്ല കാരായ രാജൻ. 2 ടേമിൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ടാണ് ഷംസീറിനെ മാറ്റി നിർത്തിയെങ്കിൽ 2 ടേം കഴിഞ്ഞ് എത്ര പേര് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട് ഇല്ലേ? എന്തിന് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയാക്കപ്പെടും അല്ലെങ്കിൽ പ്രതിയാണെന്ന് കേരള സമൂഹം വിശ്വസിക്കുന്ന കടകംപള്ളി സുരേന്ദ്രന് വരെ അവിടെ കൊടുത്തിരിക്കുന്നു ഇല്ലേ? അപ്പോൾ അങ്ങനെ അല്ല ഞാൻ ചോദിക്കുന്നത്, അതിനൊരു പർപ്പസ് ഉണ്ട് അങ്ങനെ കൊടുക്കുന്നതിന്. സ്വന്തക്കാരെന്നുള്ളതിനേക്കാൾ ഇങ്ങനെ അഴിമതിക്കാർക്ക് കൊടുക്കുന്നതിന് തങ്ങളുടെ പരിധിക്ക് നിൽക്കണമെങ്കിൽ കുറ്റവാളിയായിരിക്കണം. കുറ്റവാളിക്ക് എപ്പോഴും SIയെ കാണുമ്പോൾ എഴുന്നേറ്റ് കൈ സല്യൂട്ട് ചെയ്തിരിക്കാൻ പറ്റിയില്ല. അപ്പോൾ പിണറായി വിജയനെ സല്യൂട്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനത്തെ ക്രിമിനൽസിനെ വെച്ചാൽ ചെയ്യുള്ളൂ. ആ ബോധ്യം ഒരു വശത്തുണ്ട്. അതിനേക്കാൾ കൂടുതലായിട്ട് ഈ സ്വന്തക്കാരെ നിയമിക്കുമ്പോൾ ഒരു ചരിത്രത്തിൽ പറയേണ്ടത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആത്മാവ് എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് വിശ്വാസം, കമ്മ്യൂണിസ്റ്റ് നൈതിക മൂല്യങ്ങളാണ്. ആ മൂല്യങ്ങളില്ലാതെയാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശക്തമാകുന്നത്. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശക്തമാകുന്നതിന് ഒരു ഫേമസ് വാചകം പറഞ്ഞാൽ, ആത്മാവില്ലാത്ത അസ്ഥികൂടത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണ്. ഈ അസ്ഥികൂടം മാത്രം കമ്മ്യൂണിസ്റ്റ് പാർട്ടി. താങ്കൾ പറഞ്ഞ വേറൊരു കാര്യം കൂടെ പറഞ്ഞ് എൻ്റെ ഈ ഭാഗം ഞാൻ അവസാനിപ്പിക്കാം. അതായത് ബംഗാളിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ കേരളത്തിൽ ഭരണമുണ്ടെന്ന് പറയാൻ പറ്റും. ഇന്നലെ വരെ പറയാം, കേരളത്തിൽ നമ്മളിപ്പോഴും നമ്മൾ പിടിച്ചു നിൽക്കുകയാണ്. ആ തുരുത്തിൽ നമ്മൾ ഫൈറ്റ് ചെയ്ത് കയറി വരും. ഇപ്പോൾ ഇവിടുന്ന് പോയി പ്രസംഗിച്ച നേതാക്കന്മാരുണ്ട് അവിടെ.
കേരളമുണ്ട് നിങ്ങൾക്ക് കൂട്ടായിട്ട് നിങ്ങളെ കൈ പിടിച്ചുയർത്തും എന്ന് പറഞ്ഞ് പ്രസംഗിച്ചിട്ട് പോകുന്നവർ. പക്ഷേ ഫലം ഇത്തവണ രണ്ടും കൂടെ ഇലക്ഷൻ ഒരുമിച്ചാണ്. ബംഗാളും കേരളവും ഒരുമിച്ച് ഇലക്ഷൻ. അപ്പോൾ പിന്നെ അത് പറയാനുള്ള അവസരം അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടാതെ ചെയ്യാതെ. സാറ് പറഞ്ഞത് നമുക്ക് അത് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി എടുത്ത് പറയാം. ഇപ്പോൾ നമ്മൾ പിന്തുടർച്ചയെക്കുറിച്ചാണല്ലോ പറഞ്ഞു വന്നത്. അപ്പോൾ ഈ പിന്തുടർച്ച ഇനി ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ഉണ്ടാകില്ല എന്ന് തന്നെയല്ല, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് തന്നെ കേരളത്തിൽ ഇനിയൊരു ഭരണത്തിൽ പിന്തുടർച്ചയില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടു ചെന്നെത്തിച്ചിരിക്കുന്നു. ബംഗാളിലെ അവസ്ഥയിലേക്ക് കേരളം മാറും എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് വിശ്വാസികൾ തന്നെയാണ് ഇപ്പോൾ കമ്മ്യൂണിസത്തിന് എഗൻസ്റ്റ് നിൽക്കുന്നത്. കമ്മ്യൂണിസത്തിന് അഗൻസ്റ്റ് അല്ല അവർ, പിണറായിസത്തിന് അഗൻസ്റ്റ് ആണ് എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. എന്തുകൊണ്ട് ഇവരിപ്പോഴും പറയുന്നു 3.0 ആവർത്തിക്കാൻ വേണ്ടി ഖജനാവിലെ അവസാനത്തെ ചില്ലിക്കാശ് മുടക്കി മോഹൻലാൽ, മമ്മൂട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ രംഗത്തിറക്കുകയാണ്. മോഹൻലാലിനെ ഡയറക്റ്റായിട്ട് ഇറക്കി, മമ്മൂട്ടിനെ ഇൻഡയറക്റ്റായിട്ട് ഇറക്കി. വയനാട്ടിലെ അവിടെ എന്താണ് പുനരധിവാസ ഓപ്പറേഷൻ പാളിപ്പോയെങ്കിലും അതെ പാളി, അത് തുടർന്നൊക്കെ പാളിയല്ലോ. മോഹൻലാലിനെ വെച്ച് നടത്തിയതെല്ലാം, മോഹൻലാൽ നല്ല സിനിമാ നടനാണ്, പക്ഷേ ആ ഇൻ്റർവ്യൂവിൽ മോഹൻലാലിന് ഒട്ടും വിജയിക്കാൻ പറ്റിയില്ല. മോഹൻലാൽ സ്വന്തം നൈസർഗികമായ കഴിവ് കൊടുക്കാൻ പറ്റിയല്ല, കൃത്രിമത്വം. അപ്പോൾ ഈ കിട്ടാവുന്ന എല്ലാ സോഴ്സും ഉപയോഗിച്ചിട്ട് അവർ ഏത് വിധേനയും തിരിച്ച് വരാൻ വേണ്ടി നോക്കുന്ന ശ്രമങ്ങളൊക്കെ പാർട്ടിക്കകത്ത് നിന്ന് തന്നെയാണ് ചെറുത്ത് തോൽപ്പിക്കപ്പെടുന്നത്. ഇനി ഒരു കാരണവശാലും ഇത്തരം സാറ് പറഞ്ഞതുപോലെ മൂല്യബോധമില്ലാത്ത ഒരു അസ്ഥിപഞ്ജരത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് കമ്മ്യൂണിസ്റ്റിൻ്റെ യഥാർത്ഥ വിശ്വാസികൾ ആഗ്രഹിക്കുന്നില്ല. കമ്മ്യൂണിസം നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുമ്പോഴും അതിൻ്റെ യഥാർത്ഥമായ നൈസർഗികമായ നൈതികമായ അവസ്ഥയിലൂടെ ആയിരിക്കണം, അല്ലെങ്കിൽ നൈതികത ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരിക്കണം അത് ഉയർന്നു വരേണ്ടതാണ് അവർ ഉദ്ദേശിക്കുന്നത്. എന്തായാലും അത് പിണറായി വിജയൻ പാർട്ടിയുടെ തലപ്പത്തിരിക്കുമ്പോഴോ എം വി ഗോവിന്ദൻ ഇരിക്കുമ്പോഴോ, അല്ലെങ്കിൽ പണ്ടൊരു മുദ്രാവാക്യം ഉണ്ടായിരുന്നില്ല, ഇന്ദിര എന്നാൽ ഇന്ത്യ, ഇന്ത്യ എന്നാൽ ഇന്ദിര എന്ന് പറയുന്ന പോലെ CPM എന്നാൽ പിണറായി, പിണറായി എന്ന് പറഞ്ഞാൽ CPM എന്ന് പറഞ്ഞ അവസ്ഥ ഇനി ഒരിക്കലും CPMൽ വെച്ച് പൊറിപ്പിക്കാൻ CPMകാർ തയ്യാറല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രകടമായിട്ടുള്ള സാക്ഷ്യപത്രമായിരിക്കും 2026 തെരഞ്ഞെടുപ്പിൽ വരാൻ പോണ റിസൾട്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എന്തായാലും അതെന്താണെന്ന് നമുക്ക് കണ്ടറിയാം. ഇനി ഈ തെരഞ്ഞെടുപ്പിന് ശേഷം വരാനിരിക്കുന്ന കേരള രാഷ്ട്രീയം എന്ന് പറയുന്നത് സമഗ്രം എന്ന് പറയുന്നത് സമൂലമായ മാറ്റങ്ങൾ എല്ലാ പാർട്ടിയിലും, BJPയിലും കോൺഗ്രസിലും CPMലും ഉൾപ്പെടെ CPI, കേരള തുടങ്ങിയ പാർട്ടികൾ കാണുന്നില്ല. എത്രയോ പാർട്ടികൾ ഇല്ലാതായിരിക്കുന്നു പണ്ട് കാലത്തുണ്ടായിരുന്നു. അതിലില്ലാതാകാൻ പോകുന്ന കുറേ പാർട്ടികൾ ഇത്തവണത്തെ ഇലക്ഷൻ കാണും. ഞങ്ങളുടെ വലിയൊരു പരിവർത്തനം ഉണ്ടാവും.